വോട്ടെടുപ്പ് ആരംഭിച്ച് ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യം, ഒരു ട്രെൻഡ് എങ്ങനെയാണ്? 28 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് ഇന്ന് ത്രിപുരയിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലെ ഒരു പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു പോളിംഗിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഇപ്പോൾ? 7 മണി മുതൽ തന്നെ ത്രിപുരയിൽ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവിടെ എല്ലാ ബൂത്തുകളിലും നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇനിയും പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് മറികടക്കുന്ന രീതിയിലുള്ള പോളിംഗ് ശതമാനമായിരിക്കും ഇത്തവണ ഉണ്ടാകുക. അതുപോലെ തന്നെ BJP നേതാക്കളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് തങ്ങൾ തന്നെയാണ് ഇത്തവണ ഭരണം തുടർന്ന് കൊണ്ടുപോകുമെന്നാണ്. BJP നേതാവ് മണിക് സഹ അഗർത്തലയിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തി. വിജയപ്രതീക്ഷയല്ല, വിജയം തങ്ങൾക്ക് ഉറപ്പായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP നേതാക്കളെല്ലാം. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടുത്തെ തന്നെ ഗോത്ര പാർട്ടിയായ തിപ്ര മോത്തയും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്നത് എല്ലാവർക്കും പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ ഉയരുന്നുണ്ട്. തങ്ങൾ വിജയിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ത്രിപുരയിലെ പശ്ചാത്തലങ്ങളിൽ, അതായത് ഇലക്ഷൻ പശ്ചാത്തലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജനസംഖ്യ നമ്മൾ വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. 100% അവിടെ മുഴുവൻ ജനസംഖ്യയിൽ 70% ബംഗാളികളാണ് ത്രിപുരയിലുള്ളത്. അതിൽ 30% ഗോത്രവർഗർ, അതായത് വംശീയ വിഭാഗങ്ങളാണ് അവിടെ. അതിൽ 30%-ലെ 19% വംശീയ വിഭാഗങ്ങളാണ്. അതുപോലെ തന്നെ അവിടുത്തെ മതാടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ 83.40% ആളുകൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. 8.60% ആളുകൾ മുസ്ലിങ്ങളാണ്. അതുപോലെ തന്നെ 4.35 വളരെ കുറഞ്ഞ ശതമാനം മാത്രം ക്രിസ്ത്യാനികളാണ് ത്രിപുരയിലുള്ളത്. ത്രിപുരയിൽ ഇലക്ഷനിലെ വോട്ടർമാരുടെ എണ്ണം ഇത്തവണ 28,13,478 വോട്ടർമാരാണ് ത്രിപുരയിലുള്ളത്. അതിൽ പുരുഷ വോട്ടർമാർ 14,14,574 പുരുഷ വോട്ടർമാരും 13,900,825 സ്ത്രീ വോട്ടർമാരും അതുപോലെ തന്നെ 65,044 പുതിയ ഇത്തവണത്തെ കന്നി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് 64,044 വോട്ടർമാരാണ്. എല്ലാ ബൂത്തുകളിലും നിറഞ്ഞ സാന്നിധ്യമാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ നീണ്ട നിര ഓരോ ബൂത്തുകളിലും തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ത്രിപുര ഇലക്ഷനിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം, ഈ ഏത് സമയത്തും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ത്രിപുരയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമായി ത്രിപുരയിൽ നടത്തുന്നുണ്ട്. മൊത്തം പോളിംഗ് ബൂത്തുകളുടെ എണ്ണം 3,328 പോളിംഗ് ബൂത്തുകളാണ് ത്രിപുരയിലുള്ളത്. അതിൽ പ്രശ്നബാധിത ബൂത്തുകൾ 1,100 ആണ്. അവിടെ തന്നെ നിരവധി സുരക്ഷാ സേനകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ 1,100 പ്രശ്നബാധിത മേഖലയിൽ നിന്നും അതിതീവ്ര പ്രശ്നബാധിത ബൂത്തുകളെ തരംതിരിച്ചിട്ടുണ്ട്. 28 അതിതീവ്ര പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെ നിരവധി പോലീസ് സേനകളെയും സുരക്ഷാ സേനയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. പരമാവധി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സുരക്ഷിതമായ രീതിയിൽ വോട്ടിംഗ് അവസാനിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. മൊത്തം 251 സ്ഥാനാർത്ഥികളാണ് ത്രിപുരയിലുള്ളത്. 250 നേതാക്കളുടെ ജനവിധിയാണ് ഇന്ന് ഇലക്ഷനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇലക്ഷൻ ഫലം നമ്മൾ അറിയുന്നത് മാർച്ച് 2-നാണ്. നിരവധി സ്ത്രീകൾ 20 സ്ത്രീ സ്ഥാനാർത്ഥികളും ഇത്തവണയുണ്ട്. 259-ൽ 20 സ്ത്രീ സ്ഥാനാർത്ഥികളാണുള്ളത്. 25 വർഷം, അതായത് ത്രിപുരയിൽ ഒരു 25 വർഷം 1/4 നൂറ്റാണ്ട് ഭരിച്ചിരുന്നത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പ്രതീക്ഷിക്കാതെയാണ് 2018-ൽ BJP ഭരണത്തിലെത്തുന്നത്. അതിനു മുന്നത്തെ ഇലക്ഷൻ വരെ BJPന് ഒരു സീറ്റ് പോലും ത്രിപുരയിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ പ്രതീക്ഷിക്കാതെ 2018-ൽ ഭൂരിപക്ഷവും വിജയം നേടി BJP അധികാരത്തിലെത്തി. CPM-ന് ഭരണം നഷ്ടമായി. അതിന് പകരമായി ഇത്തവണ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു നിന്നാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ BJPക്കൊപ്പം അവിടുത്തെ തന്നെ ഒരു പാർട്ടിയായ ഇന്റലിജൻസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര BJPക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിപ്ര മോത്ത പാർട്ടി ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത്. അവിടുത്തെ ഗോത്രവർഗ പാർട്ടിയാണ് തിപ്ര മോത്ത പാർട്ടി. ആദ്യമായിട്ടാണ് അവർ ഇത്തരത്തിൽ മത്സരിക്കുന്നത്. BJPക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം തങ്ങൾക്ക് ലഭിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങളുടെ വോട്ട് വിഭജിച്ചു പോകുമോ എന്ന ആശങ്ക BJPക്കുണ്ട്. എന്നാലും ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP IPFT സഖ്യവും കോൺഗ്രസ് CPM സഖ്യവും തിപ്ര മോത്ത പാർട്ടി തമ്മിലുള്ള ഒരു
ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. നിരവധി വലിയ നിരകളാണ് ഓരോ ബൂത്തിന്റെ മുന്നിലും നിൽക്കുന്നത്. BJP സഖ്യം 60 സീറ്റും 60 സീറ്റുകളാണ് ഉള്ളതിൽ BJPക്ക് 55 സീറ്റും IPFTക്ക് 5 സീറ്റുമാണുള്ളത്. അതുപോലെ തന്നെ CPMന് 43 സീറ്റും കോൺഗ്രസിന് 13 സീറ്റും CPIക്ക് 1 സീറ്റും മറ്റുള്ളവർക്ക് 3 സീറ്റുമായിട്ടാണ് ഇങ്ങനെ വിഭജിക്കുന്നത്. ത്രിപുര മോർച്ച പാർട്ടി 42 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും 28 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ത്രിപുര ഇലക്ഷനിലെ പ്രധാന പ്രചാരകന്മാർ മണിക് സഹയാണ് BJPയെ നയിക്കുന്ന വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. മണിക് സർക്കാർ CPMന് മണിക് സർക്കാർ, അതുപോലെ തന്നെ സുദീപ് റോയ് ബർമൻ കോൺഗ്രസിന്റെ നേതാവായി പ്രവർത്തിക്കും. പ്രത്യുത് വർമ്മ ത്രിപുര മോർച്ച പാർട്ടിയുടെ നേതാവായി പ്രവർത്തിക്കും. ഇവർ തമ്മിൽ ആരാണ് ത്രിപുര ഭരിക്കുക എന്ന വിവരം നമുക്ക് മാർച്ച് 2-ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ത്രിപുരയിലെ ഇലക്ഷൻ റിസൾട്ടുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ 2018 നമ്മൾ പറഞ്ഞതാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തച്ചുടച്ച് BJP അധികാരത്തിലെത്തി. BJP 36 സീറ്റോടെയാണ് ആ വർഷം വിജയിച്ചത്. 49.3% വോട്ട് നേടി 39 സീറ്റിൽ തങ്ങളുടെ ഭരണം 60 സീറ്റാണ് മൊത്തമുള്ളത്. അതിൽ 30 നേടി ഭൂരിപക്ഷം ഉറപ്പാക്കി ഭരണം നടത്തി. കോൺഗ്രസിന് അത്തവണ ഒരു സീറ്റും തന്നെ ലഭിച്ചില്ല. CPMന് 16 സീറ്റ് ലഭിച്ചു. 17.38% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 2014 കണക്കെടുക്കുകയാണെങ്കിൽ CPM 49 സീറ്റ് നേടി 48.11% വോട്ട് നേടി വൻ ശക്തമായിട്ടാണ് 2014 വരെയുള്ള വർഷങ്ങളിൽ നിലനിന്നിരുന്നത്. അപ്പോൾ കോൺഗ്രസിന് 10 സീറ്റ് ഉണ്ടായിരുന്നു. 36.53% വോട്ട് കോൺഗ്രസിനും ലഭിച്ചിരുന്നു. ആ വർഷങ്ങളിലൊന്നും തന്നെ BJPക്ക് ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല. 0 സീറ്റുകളാണ്, 1.54% വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ നിന്നാണ് BJP 2018 ഇത്തരത്തിലൊരു വൻ തിരിച്ചടി നൽകി ഭരണം ഉറപ്പിച്ചത്. എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. BJPക്ക് ലഭിക്കുമോ അതോ CPM തങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുമോ അതോ രണ്ടുപേരെയും പുറത്താക്കി അവിടുത്തെ ഗോത്രവർഗ പാർട്ടിയായ ത്രിപുര മോർച്ച ഭരണത്തിലെത്തുമോ എന്ന ആകാംക്ഷയാണ് എല്ലാവർക്കും. മാർച്ച് 2-ന് എന്തായാലും നമുക്ക് ഇതിന്റെ വിധി അറിയാൻ സാധിക്കും. കമലേഷ്. കരിഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ 10-20 വർഷക്കാലം CPM അടക്കി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ത്രിപുര. എന്നാൽ 2014 വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിലേറ്റവും നിർണായകമായ ഒരു ഘടകം കരിഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ IPFTയുടെ സാന്നിധ്യമാണ്. ഗോത്രമേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയാണ് IPFT, ഇൻഡിജിനിയസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര എന്നുള്ളത്. ഈ IPFTയെ കൂടെ കൂട്ടിയാണ് നേരത്തെ കരിഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5% വോട്ടുണ്ടായിരുന്ന BJP സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ IPFTയെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ഗോത്രമേഖലയിൽ വലിയ സ്വാധീനമുള്ള പുതിയ കക്ഷിയാണ് ത്രിപുര മോർച്ച എന്ന് പറയുന്നത്. അവർ പ്രത്യേകമായി തന്നെ മത്സരിക്കുന്നു, വേറെ മാറി നിന്ന് മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനം അല്ലെങ്കിൽ വോട്ട് ഈ ത്രിപുര മോർച്ചയിലേക്ക് ഭിന്നിച്ചു പോവുകയും അത് BJPക്ക് ഒരു തിരിച്ചടിയാകാനുമുള്ള സാധ്യത കൂടുതലല്ലേ? അതെ കമലേഷ്, ത്രിപുര മോർച്ച പാർട്ടി BJPക്ക് ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കാരണം BJPയും ഇൻഡിജീനിയസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുരയും രണ്ട് പാർട്ടികളും ഒരുമിച്ച് നിന്നാണ് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തത്. അതിന് പരിഹാരം ബദൽ മാർഗം എന്നോണമാണ് CPMും കോൺഗ്രസും ഒന്നു നിന്ന് സഖ്യകക്ഷികളായി ചേർന്ന് നിർന്ന് ഇത്തവണ മത്സരിക്കുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ത്രിപുര മോർച്ച പാർട്ടി മൂന്നാമത്തെ ഒരു ടീമായി അവിടെ എത്തുന്നത്. ഇപ്പോൾ ഒരു ത്രികോണ മത്സരം ശക്തമായി നടക്കുകയാണ്. BJPക്ക് സാധാരണ ലഭിച്ചുകൊണ്ടിരുന്ന ആ ഗോത്രവർഗത്തിന്റെ വോട്ട് നഷ്ടമാകുമെന്ന ആശങ്ക BJPക്ക് നല്ല രീതിയിലുണ്ട്. ത്രിപുര മോർച്ച പാർട്ടിയെ സമീപിക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ത്രിപുരയിൽ 70% ബംഗാളികളും 30% ഗോത്രവർഗ ജനങ്ങളുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ 30% ഇല്ലാതാകുമോ എന്ന ഭയം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ത്രിപുര ലാൻഡ് എന്ന ആശയം അവർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു സംസ്ഥാനം, അതായത് അവിടുത്തെ ഗോത്രവർഗങ്ങളുടെ
അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി അവർക്ക് ടിപ്പർ ഐലാൻഡ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിന് സപ്പോർട്ട് കൂടെ നിൽക്കുന്നവരുടെ പാർട്ടി അവർ സഖ്യം ചേരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ വന്നപ്പോൾ അവർ സ്വന്തമായി മത്സരിക്കാൻ ഇറങ്ങുകയായിരുന്നു. അവിടെ പ്രാദേശികമായി നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ത്രിപുരാമോദ പാർട്ടി വൻ പ്രതീക്ഷിക്കാത്തത്ര വിജയമാണ് അവർക്കുണ്ടായത്. അതിപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകളൊക്കെ ത്രിപുരാമോദ പാർട്ടിയിലേക്ക് പോകുമെന്ന് അവർക്ക് നല്ല ആശങ്കയുണ്ട്. എന്തായാലും പക്ഷേ BJP ഇപ്പോഴും നല്ല ആത്മവിശ്വാസത്തോടെയാണ് തുടരുന്നത്. BJP നേതാവ് മണിക് സാഹ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പാണെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എത്തിയിട്ടുണ്ട്. ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു പ്രചാരണ രീതിയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. നേതാക്കളൊന്നും തന്നെ, രാഹുൽ ഗാന്ധി ഒന്നും തന്നെ ത്രിപുരയിൽ എത്തിയിരുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ മാർച്ച് 2-ന് നമുക്ക് എന്താണ് ത്രിപുര ആര് ഭരിക്കും, CPM വീണ്ടും തിരിച്ചു വരുമോ, അതോ BJP തുടരുമോ, അതോ ഇവരെല്ലാവരെയും പുറത്താക്കി ത്രിപുരാമോദ പാർട്ടി ഭരണം ഏറ്റെടുക്കുമോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് മാർച്ച് 2-ന് അറിയാൻ സാധിക്കും. കമലേഷ്, കരിഷ്മ, ഇതോടൊപ്പം അതായത് BJPയുടെ ഈ സാധ്യതകൾ പറയുന്നതിനൊപ്പം തന്നെ CPM-ന്റെയും LDF-ന്റെയും ഈ കൂട്ടുകെട്ട് സംബന്ധിച്ച വിഷയം കൂടി പരാമർശിക്കാതെ പോകാനാവില്ല. സ്വാഭാവികമായും ത്രിപുരയെ സംബന്ധിച്ച് ഏറ്റവും വലിയ രണ്ട് സ്വാധീന ശക്തികൾ തന്നെയാണ് കോൺഗ്രസും CPM-ഉം. ആ സ്വാധീനം അല്ലെങ്കിൽ ആ കരുത്ത് വീണ്ടെടുക്കാൻ ഒരു പക്ഷേ CPM-നും കോൺഗ്രസിനും കഴിഞ്ഞെങ്കിൽ അത് മറ്റൊരു വലിയ ചരിത്രമാകില്ലേ? ആ നിലയിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ, അതായത് കോൺഗ്രസും CPM-ഉം സഖ്യകക്ഷികളായി ഒരുമിച്ച് മത്സരിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വസ്തുത അല്ലെങ്കിൽ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ ത്രിപുരയെ സംബന്ധിച്ച്? തീർച്ചയായും കമലേഷ്, CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് മത്സരിച്ച് വിജയിച്ച അതും ഒരു ചരിത്ര നേട്ടമാവും. നമ്മൾ പഴയ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോഴൊന്നും തന്നെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചല്ല മത്സരിച്ചിരുന്നത്. ത്രിപുര ഇലക്ഷനിൽ 2018-ൽ BJPക്ക് 36 സീറ്റ് ലഭിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിന് കാര്യമായി സീറ്റൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ CPM-ന് 16 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2014 കണക്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 10 സീറ്റുകൾ ഉണ്ടായിരുന്നു. 10 സീറ്റും 36.53 വോട്ടും കിട്ടിയിരുന്നു. CPM-ന് 49 സീറ്റും ലഭിച്ചു. ഇത്തവണ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇത്രയും സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും CPM-നും കോൺഗ്രസിനും ഒരുമിച്ച് അവിടെ ഭരണം തുടരാൻ സാധിക്കും. പക്ഷേ ഇത്തവണത്തെ ജനങ്ങളുടെ വിധി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. മൂന്നാമതൊരു പാർട്ടിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരാൻ, അത് വീണ്ടും വിഭജിക്കപ്പെടുകയാണ്. അപ്പോൾ ആര് വിജയിക്കുമെന്നതൊരു ചോദ്യചിഹ്നമാണ്. ത്രിപുരയിലെ ജനവിധി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കത് മാർച്ച് 2-ന് അറിയാൻ സാധിക്കും. കമലേഷ്, വ്യക്തമാണ് കരിഷ്മ. 8 ജില്ലകളിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായാണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 28 ലക്ഷത്തിലേറെ വോട്ടർമാർ ഇന്ന് ത്രിപുരയുടെ വിധിയെഴുതും. രാവിലെ 7 മണിക്ക് തൊട്ട് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2.25 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച പോളിംഗ് ആണ് ത്രിപുരയിൽ രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് കരിഷ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ തരത്തിലുള്ള അക്രമ സാധ്യത ത്രിപുരയിലുണ്ട്. ഇതനുസരിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ BJP പ്രവർത്തകർ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ത്രിപുരയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് വലിയ സുരക്ഷയും ത്രിപുരയിൽ ഒരുക്കിയിരിക്കുന്നു.